Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. നവജാത ശിശുവിന്റെ മരണം ചികിത്സാ പിഴവിനെ തുടർന്നെന്ന് ബന്ധുക്കൾ. ജനുവരി 23-ന് പിലിക്കോട് സ്വദേശിനി ജന്മം നൽകിയ പെൺകുഞ്ഞിനെ ശ്വാസതടസ്സത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടി മാർച്ച് 18-ന് മരണമടഞ്ഞു. മാസ്റ്റർ പ്ലാൻ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ ഡ്രോൺ സർവേ ആരംഭിച്ചു. കേരളത്തിലെ പയ്യന്നൂരടക്കം 49 നഗരങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി സർവേയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പടന്നയിൽ കാട് വെട്ടിത്തെളിച്ചപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയത് 1 ഡസനിലധികം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. പോലീസിൽ വിവരം നൽകിയ ശേഷം കുപ്പികളിലെ മദ്യം മുഴുവൻ തൊഴിലാളികൾ ഒഴുക്കിക്കളഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. നവജാത ശിശുവിന്റെ മരണം ചികിത്സാ പിഴവിനെ തുടർന്നെന്ന് ബന്ധുക്കൾ. പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജനുവരി 23-നാണ് പിലിക്കോട് സ്വദേശിനിയായ രശ്മി പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ശ്വാസതടസ്സത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ കുട്ടി മാർച്ച് 18-ന് മരണമടഞ്ഞു. ആദ്യം മുതലേ അവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആണ്. ആദ്യം ഡെലിവറിയുടെ സമയം വരെ. അപ്പോൾ 22-ാം തീയതി 26-ാം തീയതി ജനുവരി 26-ന് ഡേറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ 22-ന് നമ്മൾ പോയപ്പോൾ പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ചെയ്തോ, സാറ് നാളെ ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ 22-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. 22-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 23-ാം തീയതി തന്നെ പ്രസവം ഉണ്ടാകുമെന്ന് പറഞ്ഞ് 23-ാം തീയതി രാവിലെ ലേബർ റൂമിൽ കയറ്റി വൈകിട്ട് 3:30-ന് നോർമൽ ഡെലിവറി പ്രസവിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ട്, രശ്മി പ്രസവിച്ചു, പെൺകുഞ്ഞിയാണെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കുട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഉടനെ പരിഹാരത്തെത്തിക്കണം, പിന്നെ വെൻറ്റിലേറ്ററിൽ സൗകര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വെൻറ്റിലേറ്ററിലാക്കണം എന്ന് പറഞ്ഞു. കുട്ടികളുടെ ഡോക്ടർ വിനോദ് എന്നാണ് തോന്നുന്നത്, എനിക്ക് പേര് ശരിക്കും അറിയില്ല. ആ ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ച് വരുത്തി. ആ ഡോക്ടർ കുട്ടിയുടെ ബാക്കിലിരുന്നു. ആ സമയത്ത് കുട്ടിയുടെ അച്ഛൻ്റെ അനുജൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അനുജൻ ബാക്കിൽ കയറാൻ നോക്കിയപ്പോൾ പറഞ്ഞു നിങ്ങൾ മുന്നിൽ കയറിയാൽ മതി. ബാക്കിൽ ഒരു നേഴ്സും ഉണ്ടായിന്നാണ് പറയപ്പെടുന്നത്, അറിയില്ല. അപ്പോൾ ആ സമയത്തും ഓക്സിജനോട് കൂടിയുള്ള ഇതാണെന്ന് പറഞ്ഞു എന്നല്ലാതെ ട്യൂബ് ഇട്ടിട്ട് ഒരു ഓക്സിജനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ആ സമയത്ത് ഓക്സിജൻ കിട്ടാതെ കൊണ്ടാണ് കുട്ടിക്ക് പ്രശ്നം ഉണ്ടായിരുന്നതാണ്. കുട്ടിയുടെ ബ്രെയിൻ കംപ്ലീറ്റ് ഇതായിന്. ആ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓക്സിജൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നാണ് പരിഹാരത്തിലുള്ള ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ നേരിട്ടല്ലാതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നത്. ജനുവരി 23-ന് വൈകുന്നേരം 3:25-നാണ് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. ജനിച്ച ഉടൻ തന്നെ കുട്ടിക്ക് ശ്വാസതടസ്സമുണ്ടെന്ന് അറിയിച്ച് ഹോസ്പിറ്റൽ അധികൃതർ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. അതിനു മുൻപ് ഒരിക്കൽ പോലും കുട്ടിയെ ബന്ധുക്കൾക്ക് കാണിച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. പിന്നെ കുട്ടീനെ കാണിച്ചിട്ടുമില്ല. നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ഇപ്പം പരിഹാരത്ത് കൊണ്ടുപോകണം. അപ്പോഴത്തേക്ക് ആംബുലൻസ് വരികയും ചെയ്ത് അവരെന്നെ കയറ്റി. നമ്മളോടൊന്ന് ചോദിക്കുമെന്നോ പറയാനൊന്നുമില്ല, കയറ്റിപ്പോയി. അപ്പോൾ നമ്മൾ കുട്ടീനെ കാണുന്നേ ഇല്ല. വയ്യ ഇവിടുന്നാണ് കാണുന്നത്, വെന്റിലേറ്ററിൽ ഇത് വെച്ചിട്ട്.
55-ാം ദിവസം മാർച്ച് 18-ന് വൈകിട്ട് കുട്ടി മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ചികിത്സ സംബന്ധിച്ച് അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത അറിയിക്കണമെന്നും പ്രസവ സമയത്തുണ്ടായ ഡോക്ടർമാർക്കെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് പയ്യന്നൂർ പോലീസിൽ രശ്മി പരാതി നൽകുകയും എഫ്ഐആർ ഇട്ട് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, MP, MLA, മനുഷ്യാവകാശ കമ്മീഷൻ, കണ്ണൂർ ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് കുട്ടിയുടെ പിതാവ് P. സജിത്തും മറ്റു ബന്ധുക്കളും മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാസ്റ്റർ പ്ലാൻ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ ഡ്രോൺ സർവേ ആരംഭിച്ചു. കേരളത്തിലെ പയ്യന്നൂരടക്കം 49 നഗരങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഡെയിൽ എന്ന സ്ഥാപനമാണ് സർവേ നടത്തുന്നത്. പയ്യന്നൂർ നഗരസഭ മാസ്റ്റർ പ്ലാൻ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി അമൃത 2.0 പദ്ധതിയിൽ ഡ്രോൺ സർവേ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സെൻട്രൽ ഗവൺമെന്റ് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ 49 ടൗണുകൾ തിരഞ്ഞെടുക്കുകയും അതിലൊന്നായി പയ്യന്നൂർ ടൗണിനെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. ടൗൺ പ്ലാൻ, ജില്ലാ ടൗൺ പ്ലാനിലാണ് ഇതിന്റെ നിർവഹണം നടത്തി വരുന്നത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ടൗൺ പ്ലാൻ ഇൻചാർജ് നിതിൻകുമാർ S. പദ്ധതി വിശദീകരിച്ചു. കൗൺസിലർമാരായ M. ആനന്ദൻ, P. ലത, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, നഗരസഭാ എഞ്ചിനീയർ K. അനീഷ് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ പയ്യന്നൂരടക്കം 49 നഗരങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഡെയിൽ എന്ന സ്ഥാപനമാണ് സർവേ നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് നിലവിലെ മാസ്റ്റർ പ്ലാൻ പരിഷ്കരിക്കുന്നത്. നഗരസഭയോടൊപ്പം സമീപ പഞ്ചായത്തും സർവേയിൽ ഉൾപ്പെടുത്തും. വരുന്ന 2 പതിറ്റാണ്ട് കാലത്തേക്കുള്ള വികസന ആവശ്യങ്ങൾ കണ്ടെത്തി അവയ്ക്കാവശ്യമായ പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിനാണ് മാസ്റ്റർ പ്ലാൻ പരിഷ്കരിക്കുന്നത്. നഗരസഭയുടെ ഭൂമി ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും പാതകൾ, പാലങ്ങൾ, മറ്റു നിർമ്മിതികൾ എന്നിവ ക്രമീകരിക്കുന്നതിനും ഗതാഗത ശൃംഖലയൊരുക്കുന്നതിനും കൃഷി, മൃഗസംരക്ഷണം, വ്യവസായം, ടൂറിസം തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ മേഖലകൾ കണ്ടെത്തുന്നതിനും മാസ്റ്റർ പ്ലാൻ സഹായിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാലാവസ്ഥാ പ്രവചനങ്ങൾ ശരിവെച്ച് മധ്യവേനൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കടുത്ത ചൂടിലേക്ക് നീങ്ങുകയാണ് പ്രകൃതി. കേരളത്തിലെ കാലാവസ്ഥയിൽ ചൂടിനോടൊപ്പം തന്നെ ഉയർന്ന ഹ്യൂമിഡിറ്റിയും വലിയ രീതിയിൽ വില്ലനാകുന്നു. കടുത്ത ചൂടിനാൽ വലയുകയാണ് ജനങ്ങൾ. വൈകിട്ട് 5 മണിയായാൽ പോലും ചൂടും ഉഷ്ണവും കുറയാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ചൂട് കാരണമാകും. നിർമ്മാണ മേഖലയിലും റോഡ് നിർമ്മാണ ജോലിക്കാർക്കിടയിലും കർശനമായി സമയക്രമീകരണം നടപ്പാക്കുവാനും നിർദ്ദേശം നൽകി. വേനൽ കടുക്കുന്നതോടെ ഇനിയുള്ള ദിനങ്ങൾ കുടിവെള്ളക്ഷാമത്തിന്റേതുമായിരിക്കും. വനനശീകരണവും നഗരവൽക്കരണവും കാരണം പെയ്യുന്ന മഴ ഭൂമിക്കുള്ളിലേക്ക് താഴാതെ കുത്തിയൊലിച്ച് 48 മണിക്കൂറിനുള്ളിൽ തന്നെ കടലിലെത്തുന്നതാണ് പതിവ്. കേരളത്തിലുടനീളം വ്യാപിച്ചു കിടന്ന വയലുകൾ അപ്രത്യക്ഷമാവുകയും തണ്ണീർത്തടങ്ങൾ നികത്തപ്പെടുകയും ചെയ്തതിന്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. വരൾച്ചയുടെ കാഠിന്യവും കുടിവെള്ളക്ഷാമത്തിന്റെ രൂക്ഷതയും വർഷം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ഇത് നേരിടുന്നതിനുള്ള ദീർഘകാല പദ്ധതികൾ താൽക്കാലികമായ വേനൽ പ്രതിരോധ നടപടികൾക്കൊപ്പം ചെയ്യേണ്ടതുണ്ട്. സൂര്യൻ കത്തിജ്വലിക്കുകയാണ്. ചൂടുകൊണ്ട് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പുറത്തുനിന്ന് ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ സമയം ക്രമീകരണങ്ങളും വരുത്തിയിട്ടുണ്ട്. നിർജ്ജലീകരണം, അതുപോലെ തന്നെ സൂര്യാതാപം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്തേക്ക് തന്നെയാണ് പോകുന്നത്. ചൂടിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളമാണ് എന്ന് വാക്കുകളിലൂടെയൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാതെ വലയുകയാണ് എല്ലാവരും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. പടന്നയിൽ കാട് വെട്ടിത്തെളിച്ചപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയത് 1 ഡസനിലധികം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. പോലീസിൽ വിവരം നൽകിയ ശേഷം കുപ്പികളിലെ മദ്യം മുഴുവൻ തൊഴിലാളികൾ ഒഴുക്കിക്കളഞ്ഞു. പടന്ന ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ കാന്തിലോട്ടാണ് സംഭവം. സ്വകാര്യ സ്കൂളിന് സമീപത്തെ പണി പൂർത്തിയാകാത്ത വീട്ടുവളപ്പിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ബുധനാഴ്ച രാവിലെ കാട് വൃത്തിയാക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമിട്ടത്. വള്ളിപ്പടർപ്പുകൾ വെട്ടിനീക്കിയപ്പോഴാണ് നിരവധി കുപ്പികളിൽ മദ്യം നിറഞ്ഞിരിക്കുന്നത് കണ്ടത്. പല കുപ്പികളും പൊട്ടിച്ച് ചെറിയ കുപ്പികളിൽ നിറച്ചുവെച്ചതായും ഇവർ കണ്ടു.
പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, കുപ്പി മാറ്റിട്ട് പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല കേട്ടോ. പ്ലാസ്റ്റിക് ഒന്നും അവിടെ കത്തിച്ചേക്കല, കത്തിക്കുന്നു വേണ്ട, ആ കുപ്പിയിലിട്ട് മാറ്റണേ, കുപ്പിയിലിട്ട് മാറ്റേ. മണമുണ്ടാ പൊട്ടിക്കഥ പൊട്ടിക്കഥ. ചന്തേര പോലീസിൽ വിവരമറിയിച്ചതോടെ പോലീസും സ്ഥലത്തെത്തി. തുടർന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് നിറഞ്ഞ മദ്യക്കുപ്പികളുടെ അടപ്പുകൾ പൊട്ടിച്ച് മദ്യം പൂർണ്ണമായും നിലത്തൊഴിച്ച് നശിപ്പിച്ചത്. സന്ധ്യമയങ്ങിയ കാന്തിലോട്ട് തോട്ടുകര പാലം പരിസരങ്ങളിൽ ലഹരി തേടി നിരവധി അപരിചിതർ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി എരമംകുട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ബജറ്റ് അവതരിപ്പിച്ചു. വാർഷിക പദ്ധതിക്ക് ലഭ്യമാകുന്ന തുകയുടെ 20%-ലധികം തുകയും തീർത്തും ജെൻഡർ സൗഹൃദ പദ്ധതികൾക്കായി മാത്രം നീക്കിവെച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് മറ്റ് പ്രൊജക്ടുകളിൽ ഇത്തരം വിഭാഗങ്ങൾക്ക് നൽകുന്ന പരിഗണന. 3,47,27,335 രൂപ പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 34,65,37,935 രൂപ വരവും 34,27,09,600 രൂപ ചെലവും 38,28,335 രൂപ നീക്കി ബാക്കിയുമുള്ള ബജറ്റാണ് 2025-26 സാമ്പത്തിക വർഷത്തേക്ക് അവതരിപ്പിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയിൽ പുതിയ തടയണകൾ നിർമ്മിച്ച് ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനും ലൈഫ് ഗുണഭോക്താക്കൾക്ക് മുഴുവനായും ആനുകൂല്യം നൽകുന്ന വിധത്തിൽ ഭവന പദ്ധതി നടപ്പിലാക്കുന്നതിനും ബജറ്റിൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. വനിതകൾക്കും പ്രത്യേക പരിഗണന ആവശ്യമായ മറ്റ് വിഭാഗങ്ങൾക്കും വേണ്ടത്ര പരിഗണന നൽകിക്കൊണ്ട് ജെൻഡർ ബജറ്റ് എന്ന നിലയിലാണ് ഇത്തവണയും ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത്. 3,47,27,335 രൂപ പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 34,65,37,935 രൂപ ആകെ വരവ് കണക്കാക്കി തയ്യാറാക്കിയ ബജറ്റിൽ ഉൽപാദന മേഖലയിൽ 12,61,64,000 രൂപയും സേവന മേഖലയിൽ 4,40,73,600 രൂപയും പശ്ചാത്തല മേഖലയിൽ 4,08,51,000 രൂപയും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും മറ്റ് ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്കുമായി 19,84,00,000 രൂപയും ഉൾപ്പെടെ ആകെ 34,27,96,000 രൂപ ചിലവ് വരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുക വകയിരുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം 38,28,335 രൂപ മിച്ചം വരുന്ന തരത്തിലാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഇൻചാർജ് ജോസ് തോമസ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ TK രാജൻ, MK കരുണാകരൻ, K സരിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിൽ അനുവദിച്ച മൂന്നാമത്തെ ലിഫ്റ്റിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം. 2ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് മമ്പലം ഭാഗത്തേക്ക് ഇറങ്ങുവാനുള്ള ലിഫ്റ്റാണ് ഒഴിവാക്കിയത്. അമൃത് ഭാരത് പദ്ധതിയിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിൽ അനുവദിച്ച 2ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് മമ്പലം ഭാഗത്തേക്ക് ഇറങ്ങുന്നതിനുള്ള ലിഫ്റ്റ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള മേൽനടപ്പാലത്തിന് ആദ്യ പ്ലാനിൽ 3 ലിഫ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. 1ഉം 2ഉം പ്ലാറ്റ്ഫോമിലും കിഴക്കുഭാഗത്ത് പ്ലാറ്റ്ഫോമിന് പുറത്തുള്ള മേൽനടപ്പാലത്തിലുമാണ് ലിഫ്റ്റ് അനുവദിച്ചിരുന്നത്. 1ഉം 2ഉം പ്ലാറ്റ്ഫോമിലുള്ള ലിഫ്റ്റ് നിർമ്മാണം ആരംഭിച്ചു. 1ഉം 2ഉം പ്ലാറ്റ്ഫോമിലുള്ള ലിഫ്റ്റ് മേൽനടപ്പാലത്തിന് യോജിപ്പിച്ച് അതത് പ്ലാറ്റ്ഫോമിലേക്ക് പോകാനും വരാനും ഉപയോഗിക്കാം. 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ലിഫ്റ്റിൽ വന്നിറങ്ങിയ രോഗികൾക്കും പ്രായമായവർക്കും വീൽചെയർ ഉപയോഗിച്ച് പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് പോകാനും സാധിക്കും. എന്നാൽ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയാൽ വീൽചെയർ ഉപയോഗിച്ച് പ്ലാറ്റ്ഫോമിന് കിഴക്കുഭാഗത്തേക്ക് പോകാനാകില്ല. അതുകൊണ്ടാണ് 3ാമത്തെ ലിഫ്റ്റ് കിഴക്കുഭാഗത്ത് അനുവദിച്ചിരുന്നത്. കിഴക്കുഭാഗത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യം റെയിൽവേ ഒരുക്കിയിട്ടുണ്ട്. ഇത് പ്രയോജനപ്പെടുന്ന വിധത്തിലാണ് ലിഫ്റ്റ് അനുവദിച്ചിരുന്നത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് സി കൃഷ്ണൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചാണ് ഈ മേൽനടപ്പാലം നിർമ്മിച്ചിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉൽപാദന മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും പ്രഥമ പരിഗണന നൽകി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ ബജറ്റ് അവതരിപ്പിച്ചു. സമസ്ത മേഖലയും സ്പർശിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയും
വികസനങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു നയം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്കാണ് ഈ ബഡ്ജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഉൽപാദന മേഖലയിൽ നെൽകൃഷിക്കൊപ്പം കശുമാവിൻ തൈ, കവുങ്ങ്, കുരുമുളക് കൃഷി, ടെറസ് പച്ചക്കറി കൃഷി എന്നീ പദ്ധതികളും തരിശു ഭൂമി കൃഷി ചെയ്ത് തരിശുരഹിത ഗ്രാമം എന്ന ലക്ഷ്യവും കൈവരിക്കാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നുണ്ട്. ജലസംരക്ഷണത്തിന്റെ ഭാഗമായി മുഴുവൻ കിണറുകളും തോടുകളും കുളങ്ങളും പുഴകളും വൃത്തിയാക്കി സംരക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. തൊഴിൽ നൈപുണ്യ വികസന പരിശീലനത്തിനും ക്ഷീരവികസന പദ്ധതികൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. സേവന മേഖലയിൽ ലൈഫ് മിഷൻ പദ്ധതിക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിച്ച് സമ്പൂർണ്ണ ശുചിത്വ പദവി നിലനിർത്താനാവശ്യമായ പദ്ധതികൾക്കും പശ്ചാത്തല മേഖലയിൽ കളിസ്ഥല നിർമ്മാണത്തിനും നവീകരണത്തിനും പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും തകരാറിലായ സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കുന്നതിനും ഉൾപ്പെടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 37,43,66,803 രൂപ വരവും 1,40,48,803 രൂപ മിച്ചവും വരുന്ന തരത്തിലാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു. ടി വി സുധാകരൻ, വി എ കോമളവല്ലി, എൻ കാർത്യായനി, പഞ്ചായത്ത് സെക്രട്ടറി ഷിബു കരുൺ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല പ്രഖ്യാപനം നിർവഹിച്ചു. മാലിന്യമുക്തം പദ്ധതി നടപ്പിലാക്കണം എന്നുദ്ദേശിച്ചുകൊണ്ട് എല്ലാവരെയും, സമൂഹത്തിലെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. കേവലം ഒരു പ്രഖ്യാപനത്തിൽ മാത്രം അങ്ങ് ഒതുങ്ങി പ്രഖ്യാപിക്കുക എന്നതല്ല. അതിന്റെ ഏറ്റവും താഴെ തട്ടിൽ വാർഡിൽ നിന്ന് തുടങ്ങി നമുക്ക് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. ചടങ്ങിൽ വെച്ച് ഹരിത സ്ഥാപന പ്രഖ്യാപനം നടത്തിയ സ്കൂളുകൾ, അംഗനവാടികൾ, കലാലയങ്ങൾ, സ്ഥാപനങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, ഗ്രന്ഥാലയങ്ങൾ എന്നിവയ്ക്കുള്ള സാക്ഷ്യപത്രങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ജോസ് തോമസ്, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി കെ രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത കെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് രമേശൻ കെ പി എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗനവാടി വർക്കർമാർ, ആശാപ്രവർത്തകർ, സ്ഥാപന മേധാവികൾ, ഗ്രന്ഥശാല പ്രവർത്തകർ, ഭരണസമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഗതകാല സ്മരണ ഉയർത്തി അന്നൂരിൽ തണ്ണീർ പന്തലൊരുങ്ങി. അന്നൂർ KMK സ്മാരക കലാസമിതി പ്രവർത്തകരാണ് പഴയകാല കാഴ്ചകളെ ഓർമ്മിപ്പിക്കും വിധം തണ്ണീർ പന്തൽ ഒരുക്കിയിരിക്കുന്നത്. ഭാരം ചുമന്ന് നടക്കുന്നവർക്ക് ഇടവേളകളിൽ അത് താങ്ങി നിർത്തുന്നതിനുള്ള ചുമട് താങ്ങിയും അതിനോട് ചേർന്ന് ദാഹം തീർക്കുന്നതിനായി തണ്ണീർ പന്തലുകളും പഴയകാല കാഴ്ചകളായിരുന്നു. അത് ഓർമ്മിപ്പിക്കും വിധം അന്നൂരിൽ ഒരു തണ്ണീർ പന്തലൊരുക്കിയിരിക്കുന്നത് KMK സ്മാരക കലാസമിതി പ്രവർത്തകരാണ്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ KM കുഞ്ഞമ്പുവിന്റെയും കലാസമിതി പ്രവർത്തകൻ ടി ഭാസ്കരന്റെയും ഓർമ്മക്കായാണ് ഇതൊരുക്കിയിരിക്കുന്നത്. ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇടവലത്ത് ആനിഡിൽ തറവാട്ടിലെ ഒരു മുത്തശ്ശിയാണ് ഇവിടെ ദാഹജലം നൽകിയിരുന്നത്. പിന്നീട് തായമ്പത്ത് ഭാസ്കരൻ അത് ഏറ്റെടുക്കുകയായിരുന്നു. കലാസമിതി പ്രസിഡന്റ് VTV രാഘവന്റെ അധ്യക്ഷതയിൽ KM ശ്രീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. P വിജയൻ, AV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ, KSEB പയ്യന്നൂർ, പയ്യന്നൂർ മഹാദേവ ദേശായി വായനശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് പയ്യന്നൂർ ഡിവിഷന്റെയും പയ്യന്നൂർ മഹാദേവ ദേശായി വായനശാലയുടെയും നേതൃത്വത്തിൽ വൈദ്യുതി ഉപഭോക്താക്കൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വൈദ്യുതി നിയമങ്ങളെക്കുറിച്ചും ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും പുരപ്പുറ സോളാറിന്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടി പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. നല്ല കാര്യക്ഷമതയോടുകൂടി വൈദ്യുതി ഉപയോഗം നടത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞാൽ നമ്മളിന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 4% മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയുമെന്നുള്ളത് കഴിഞ്ഞ കാലം നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൈവരിക്കാൻ വേണ്ടി ഒരു നേട്ടമായിട്ട് കാണുകയാണ്. വൈദ്യുതി സേവനങ്ങൾ, പരാതി പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചും പുരപ്പുറ സൗരോർജ്ജ പാനൽ നിർമ്മാണം, പരിപാലനം, സൗരോർജ്ജ ബാറ്ററി സ്റ്റോറേജ് സംവിധാനം എന്നിവയെക്കുറിച്ചുമുള്ള പഠന ക്ലാസുകളും നടന്നു. KSERC ജൂനിയർ കൺസൾട്ടന്റ് TP ചന്ദ്രൻ വിഷയാവതരണം നടത്തി.
KSERC കംപ്ലയിൻസ് എക്സാമിനർ TR ഭുവനേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AV പ്രകാശൻ സ്വാഗതം പറഞ്ഞു. KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ബിജു ജോൺ, നഗരസഭാ കൗൺസിലർമാരായ മണിയറ ചന്ദ്രൻ, M പ്രസാദ്, KK കുമാർ, പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ, മഹാദേവ ദേശായി വായനശാല സെക്രട്ടറി TA രാജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിലെയും വൈദ്യുതി ബോർഡിലെയും ഉന്നത ഉദ്യോഗസ്ഥരും സൗരോർജ്ജ മേഖലയിലെ വിദഗ്ധരും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 വനിതാ സ്വയം തൊഴിൽ സംരംഭം ഷീ കഫേ കടന്നപ്പള്ളി കുറ്റ്യാട്ട് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 2024-25 വർഷത്തെ വനിതാ വ്യക്തിഗത തൊഴിൽ സംരംഭ പദ്ധതിയായ ഷീ കഫേ കടന്നപ്പള്ളി കുറ്റ്യാട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 90,000 രൂപയാണ് ഓരോ ഷീ കഫേക്കും സബ്സിഡിയായി നൽകുന്നത്. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ തുടങ്ങുന്ന ഷീ കഫേയിലെ രണ്ടാമത്തെ സംരംഭമാണിത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ, ജനപ്രതിനിധികളായ PV സുരേന്ദ്രൻ, ബേബി മനോഹരൻ, VOമാരായ സൗമ്യ CH, ജിതേഷ് K തുടങ്ങിയവർ സംബന്ധിച്ചു. കടന്നപ്പള്ളിയിലെ തെക്കേക്കരയിലെ സജിത CCയാണ് സംരംഭക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഉൽപാദന സേവന മേഖലയ്ക്ക് ഊന്നൽ നൽകി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം V റീന രാജീവൻ ബജറ്റ് അവതരണം നടത്തി. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം പഞ്ചായത്തിൽ നടന്നു. 17,4,35,145 രൂപ വരവും 16,60,63,000 രൂപ ചിലവും 43,72,145 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയ്ക്ക് 84,08,200 രൂപ നീക്കിവച്ചിരിക്കുന്നു. തരിശുനിലം പരമാവധി കൃഷിയോഗ്യമാക്കും. നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും ഊന്നൽ നൽകും. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടും. സൂര്യകാന്തി കൃഷിക്ക് പ്രോത്സാഹനം നൽകും. സേവന മേഖലയിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടെ 5,30,30,280 രൂപ ചിലവഴിക്കും. 61,23,645 നികുതി വരവുകൾ. വസ്തുനികുതി 53 ലക്ഷം, തൊഴിൽ നികുതി 22 ലക്ഷം, ആകെ നികുതി വരവുകൾ 75 ലക്ഷം. നികുതിയേതര വരവുകൾ: രജിസ്ട്രേഷൻ ഫീസ് 10,000, വാടക 8,20,000, ലൈസൻസ് ഫീസ് 4,70,000, പെർമിറ്റ് ഫീസ് 15 ലക്ഷം, സർട്ടിഫിക്കറ്റ് പകർപ്പ് ഫീസ് 17,500, പിഴ 2,50,000, മറ്റ് ഫീസുകൾ, യൂസർ ചാർജുകൾ, സർവീസ് ചാർജ് 1,88,000. ഗ്രാമപഞ്ചായത്ത് സേവനം വിരൽത്തുമ്പിൽ ലഭ്യമാക്കും. K-സ്മാർട്ട് പദ്ധതി വ്യാപിപ്പിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് K രതി അധ്യക്ഷത വഹിച്ചു. P ബാബുരാജ്, പ്രേമ സുരേന്ദ്രൻ, രേഷ്മ പരാഗൻ, K പ്രീത, AV പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സ്വാതന്ത്ര്യസമര സേനാനിയും ഗായകനും നാടക നടനും കോൺഗ്രസ് നേതാവുമായിരുന്ന KMKയുടെ 74ാം ചരമവാർഷിക ദിനാചരണം നടന്നു. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. KMKയുടെ 74ാം ചരമവാർഷിക ദിനാചരണത്തിൽ കോൺഗ്രസ് വെള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KT ഹരീഷ് അധ്യക്ഷത വഹിച്ചു. KK ഫൽഗുനൻ, N ഗംഗാധരൻ, ലതിക കാരമേൽ, P പത്മനാഭൻ, KM ശ്രീധരൻ, CK വിനോദ്, KK അശോക് കുമാർ, KV വാസന്തി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി MM നജീം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ പയ്യന്നൂർ മേഖലാ സമ്മേളനം പയ്യന്നൂർ ടോഫോം ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി MM നജീം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക്
ജീവനക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമായ നമ്മുടെ പ്രസ്ഥാനം ജോയിന്റ് കൗൺസിലിൻ്റെ 56ാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മെയ് മാസം 12 മുതൽ 15 വരെ പാലമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പാലക്കാട് വെച്ച് നടക്കുകയാണ്. ഈ വർഷത്തെ ഒരു പ്രത്യേകത, നമ്മുടെ സംസ്ഥാന സമ്മേളനം ദ്വൈവാർഷികമായിട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാന സമ്മേളനം ഇല്ലായിരുന്നു. മേഖലാ പ്രസിഡന്റ് സുരേഷ് എൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി റോയി ജോസഫ് കെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജു CT അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം ഏപ്രിൽ 4-5 തീയതികളിൽ കണ്ണൂരിലും 56ാം വാർഷിക സംസ്ഥാന സമ്മേളനം മെയ് 12 മുതൽ 15 വരെ പാലക്കാടും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മണിയറ പൂമാലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 70 വർഷത്തോളം നർത്തകനായിരുന്ന വടക്കിനിയിൽ മാധവൻ വെളിച്ചപ്പാടൻ അനുസ്മരണം നടത്തി. നിരവധി പേർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. മണിയറ പൂമാലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 70 വർഷത്തോളം നർത്തകനായിരുന്ന വടക്കിനിയിൽ മാധവൻ വെളിച്ചപ്പാടൻ അനുസ്മരണം നടത്തി. വാർഡ് കൗൺസിലർ P. ഭാസ്കരൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജീവിതകാലം മുഴുവൻ തന്നെ പറയത്തക്ക രീതിയിൽ ക്ഷേത്രത്തിൻ്റെ ഉപാസകനായി തീരുകയും ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളോടൊപ്പം നമ്മളിലൊരാളായി നിൽക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ മാധവൻ വെളിച്ചപ്പാടൻ അവർ. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഏരിയ മുൻ ചെയർമാൻ MP ഉണ്ണികൃഷ്ണൻ, ക്ഷേത്രം കൊയ്മ NK ഗംഗാധരൻ, വിനോദ് പണിക്കർ, K. കുഞ്ഞിരാമൻ, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കണ്ണാട ജനാർദ്ദനൻ, ദേവസ്വം സെക്രട്ടറി V. രമേശൻ, K. നന്ദനൻ, പ്രകാശൻ ജോത്സ്യർ, വേണുപണിക്കർ, MP രാമകൃഷ്ണൻ, വിവിധ ക്ഷേത്ര ആചാരക്കാർ, ഭാരവാഹികൾ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വലിയപറമ്പ് കന്നുവീട് കടപ്പുറം സ്വാമിമഠം ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 22, 23 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വലിയപറമ്പ് കന്നുവീട് കടപ്പുറം സ്വാമിമഠം ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 22 വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. തുടർന്ന് പൊട്ടൻ ദൈവം, കുട്ടിച്ചാത്തൻ, ഭൈരവൻ, കുറത്തി, ഉച്ചിട്ട, രക്തേശ്വരി, ഗുളികൻ, വിഷ്ണുമൂർത്തി എന്നീ തോറ്റങ്ങളുടെ പുറപ്പാട് നടക്കും. രാത്രി 8 മണിക്ക് അഗ്നിഘണ്ഠാകർണന്റെ വെള്ളാട്ടവും 9 മണിക്ക് കന്നുവീടം കടപ്പുറം എരമത് തറവാട്ടിൽ നിന്നും വാദ്യമേളങ്ങളോടെ തിരുമുൽക്കാഴ്ച. രാത്രി 10 മണിക്ക് സ്പ്രിംഗ് ഡാൻസർ കാലിക്കറ്റ് സൂപ്പർ ബാൻഡിന്റെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. മാർച്ച് 23 പുലർച്ചെ 3 മണി മുതൽ പൊട്ടൻ ദൈവം, കുട്ടിച്ചാത്തൻ എന്നീ ദൈവക്കോലങ്ങളുടെ പുറപ്പാട്. 4 മണിക്ക് അഗ്നിഘണ്ഠാകർണന്റെ പുറപ്പാട്. രാവിലെ മുതൽ ഭൈരവൻ, കുറത്തി, ഉച്ചിട്ട, രക്തേശ്വരി, ഗുളികൻ, വിഷ്ണുമൂർത്തി എന്നീ ദൈവക്കോലങ്ങളുടെ പുറപ്പാട് നടക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനമുണ്ടാകും. വൈകുന്നേരം 4 മണിക്ക് അഗ്നിഘണ്ഠാകർണന്റെ തർപ്പണത്തോടെ 2 ദിവസത്തെ കളിയാട്ടത്തിന് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ K. വാമനൻ, KV രാമചന്ദ്രൻ, KV കുഞ്ഞികൃഷ്ണൻ, C. ദേവരാജൻ, KV കരുണാകരൻ, KV പത്മനാഭൻ, T. ഗംഗലാക്ഷൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവജാത ശിശുവിന്റെ മരണം ചികിത്സാ പിഴവിനെ തുടർന്നെന്ന് ബന്ധുക്കൾ. ജനുവരി 23 പിലിക്കോട് സ്വദേശിനി ജന്മം നൽകിയ പെൺകുഞ്ഞിനെ ശ്വാസതടസ്സത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടി മാർച്ച് 18 മരണമടഞ്ഞു. മാസ്റ്റർ പ്ലാൻ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ ഡ്രോൺ സർവേ ആരംഭിച്ചു. കേരളത്തിലെ പയ്യന്നൂരടക്കം 49 നഗരങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി സർവേയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പടന്നയിൽ കാട് വെട്ടിത്തെളിച്ചപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയത് 1 ഡസനിലധികം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. പോലീസിൽ വിവരം നൽകിയ ശേഷം കുപ്പികളിലെ മദ്യം മുഴുവൻ തൊഴിലാളികൾ ഒഴുക്കിക്കളഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.